ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡേ 3 പോണ്ടിച്ചേരി വ്ളോഗ്. നമ്മളങ്ങനെ ഡേ 3 എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോണ്ടിച്ചേരിയോട് വിട പറയുകയാണ്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഊട്ടിയാണ്. അപ്പോൾ നമ്മൾ പോണ്ടിച്ചേരിയിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് രാവിലെ ഇവിടുന്ന് പുറപ്പെട്ടാലേ നമ്മുടെ ഒരു ഉദ്ദേശം ടൈമിൽ നമുക്ക് ഊട്ടിയിലെത്താൻ പറ്റുള്ളൂ. അതായത് രാത്രി ഇരുട്ടുന്നതിന് മുന്നെങ്കിൽ നമുക്ക് ഊട്ടിയിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വേഷം. ഒരു കീറിയ പാൻറ്റും പിന്നെ ഒരു ടോപ്പുമാണ് ഇട്ടേക്കുന്നത്. ഫുൾ ട്രാവലിംഗ് ആണല്ലോ, അപ്പം ജസ്റ്റ് സിമ്പിളായിട്ട് എനിക്ക് കംഫർട്ടായിട്ടുള്ള എന്തെങ്കിലും ഇടാമെന്നാണ് ഓർത്തത്. അങ്ങനെയാണ് ഇട്ടത്. പിന്നെ എൻ്റെ മാമൂൻ്റെ ഒരു പ്രഹസനം, മാമു ഇപ്പോൾ വണ്ടി കയറിയാലും കുറച്ച് കുറുമ്പിയാണ് കേട്ടോ, കുറച്ച് ദേഷ്യത്തിലൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ചിരിപ്പിച്ച് കളിപ്പിച്ചൊക്കെ എടുക്കും, അത് വേറെ കാര്യം. അപ്പോൾ ഇതേ നമ്മൾ പോണ്ടിച്ചേരിയിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ പോണ്ടിച്ചേരിയിൽ ആക്ച്വലി എല്ലായിടവും ട്രൈ ചെയ്തു, ഒരിടം ഒഴിച്ച്. ഒരിടത്തേക്ക് കിട്ടിയില്ലല്ലോ, ആൽമണ്ട് കോസോങ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അത് കഴിക്കണമെന്ന് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ. ഞാൻ വെറുതെ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിയപ്പം ബേക്കർ സ്ട്രീറ്റിൻ്റെ വേറൊരു ഔട്ട്ലെറ്റ് ഞങ്ങൾ പോകുന്ന റൂട്ടിലുണ്ട്. പോകുന്ന റൂട്ടല്ല, അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്തൊരു 2 മിനിറ്റ് യാത്ര ചെയ്യണം. 2 മിനിറ്റ് അല്ലേന്ന് ഞാൻ ഹസ്ബൻഡിനോട് ഒന്ന് വരുമോ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇപ്പം നിന്നെ ഞാൻ കൊണ്ടുപോയില്ലെങ്കിൽ ഈ വർഷം മുഴുവനും ഞാനിത് കേട്ടോണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ അവിടെ കൊണ്ടുപോയി. അവിടെ നിന്ന് ഞാൻ ആൽമണ്ട് കോസോങ് വാങ്ങി. ആകെ ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് തന്നെ മേടിച്ചു. അങ്ങനെ ആൽമണ്ട് കോസോങ്ങും കപ്പ് കേക്കും കൂടി ഞാനും മാമും ഉണ്ണിയും കഴിച്ചുകൊണ്ട് നമ്മുടെ യാത്ര വീണ്ടും തുടർന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന സീരീസ് ഓഫ് ടോളുകളാണ് കേട്ടോ. ഞങ്ങൾ കണ്ട് മടുത്ത് കുറേ ടോളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ താണ്ടി കടന്ന് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് വിശപ്പും ദാഹവും ഒക്കെ വന്നു കേട്ടോ. ഈ ഹൈവേയിൽ ഹോട്ടൽസ് കുറച്ച് നമുക്ക് മനസ്സിനിണങ്ങുന്ന കുറച്ച് ഹോട്ടൽസ് വളരെ കുറവായിരുന്നു. അപ്പം കുറേ നമ്മൾ സമയത്തിനൊന്നും ആഹാരം കഴിക്കാൻ പറ്റിയില്ല. കുറച്ച് ലഞ്ചൊക്കെ ഞങ്ങൾ കഴിച്ചപ്പോൾ 2:30 ആ ഒരു ടൈമൊക്കെ ആയി കേട്ടോ. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്ക് ഈ തമിഴ്നാട് ഈ ഒരു ഹൈവേ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിരിക്കുന്നത് ഈ ഒരു സീനിക് വ്യൂ ആണ് കേട്ടോ. എന്ത് രസമാണ്, മലകളും പച്ചപ്പും ഒക്കെ. ഒരു മിനി പാലക്കാട് പോലെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കണ്ടില്ലേ എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മേട്ടുപ്പട്ടി ടോൾ പ്ലാസ. എനിക്ക് വീട് ചെയ്യുമ്പോൾ എനിക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പം നമ്മൾ നിൽക്കാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 30 സെക്കൻഡ്സ് ആയി. എനിക്കറിഞ്ഞുകൊണ്ട് ഈ ടോളിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. 10 സെക്കൻഡ്സിൽ കൂടുതലായാൽ കാശ് എടുത്തുകൂടാന്നാണ് ഗൂഗിൾ പറയുന്നത്. എനിക്കറിഞ്ഞൂടാ, നിങ്ങൾ കാശ് എടുക്കുന്നുണ്ട്, ഇത് ഓട്ടോ സ്കാൻ ആയതുകൊണ്ട്. ബട്ട് ദിസ് ഷുഡൻറ്റ് ഹാപ്പൻ. ഞാൻ അവരുടെ സ്കാനർ നോക്കിയപ്പം ആ സ്ക്രീൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ വണ്ടി സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു QR. എന്തായാലും അവരുടെ നമ്പറിലൊക്കെ വിളിച്ചു എന്നിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ തൊട്ടടുത്ത് കണ്ട് ശരവണ ഭവൻ കണ്ടായിരുന്നു. നല്ല വിശാലമായ പാർക്കിംഗ് സ്പേസുള്ള നല്ല അടിപൊളി വാഷ്റൂമൊക്കെ ഉള്ളൊരു നല്ല വലിയ ശരവണ ഭവൻ. കുറച്ച് അത്യാവശ്യം വെയിറ്റിംഗ് ടൈമും ഉണ്ടായിരുന്നു. അവിടെ കയറി ഭക്ഷണം കഴിച്ചു. കാറൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ നല്ല വിശാലമായ സ്ഥലമായിരുന്നു കേട്ടോ. നല്ല ഭക്ഷണവുമായിരുന്നു, നല്ല സർവീസും ആയിരുന്നു. ആ കാണുന്നത് EV ചാർജിങ് സ്റ്റേഷനാണ്. അപ്പം നിങ്ങൾക്ക് EV ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചാർജും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു വഴി പോവുകയാണെങ്കിൽ നല്ല ഭക്ഷണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമായപ്പം നല്ല ചായ കുടിക്കാൻ തോന്നി. അങ്ങനെ ഊട്ടി പോകുന്ന വഴിക്ക് കണ്ട ഒരു ആര്യാസിൽ ഞങ്ങൾ നിർത്തി. അവിടുന്ന് ഞങ്ങൾ കോഫി പറഞ്ഞു, പ്ലസ് ഉള്ളി ബജി പറഞ്ഞു. ഞാൻ വട കഴിക്കാനായിരുന്നു എനിക്ക് കൊതി. കുഞ്ഞിന് വടയാണ് ഇഷ്ടം, അതുകൊണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഉള്ളിപ്പക്കോടയാണ് കിട്ടിയത്. പക്ഷേ അത്യാവശ്യം നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ, നല്ല സാധനമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വീണ്ടും
യാത്ര തുടങ്ങി. ഞങ്ങൾ ആക്ച്വലി അങ്ങോട്ട് പോയപ്പോൾ മസനഗുഡി വഴി പോകാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ഞങ്ങൾ പ്ലാൻ മാറ്റി കോതഗിരി വഴിയായി ഈ അങ്ങോട്ട് പോകുന്ന യാത്ര. വൈകുന്നേരം ആയതുകൊണ്ടായിരിക്കണം ഒറ്റ മനുഷ്യർ അങ്ങോട്ട് പോകാൻ ആൾക്കാർ കുറവായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് കുറേ പേര് വരുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് ഞങ്ങളും വളരെ ചുരുക്കം വണ്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഇരുട്ടായപ്പോൾ ഞങ്ങൾക്ക് നല്ല പേടിയായിട്ടോ, കാരണം അധികം വാഹനങ്ങളൊന്നും കാണുന്നില്ല. എൻ്റെ മോൾ അവൾക്കറിയാവുന്ന എല്ലാ പാട്ടും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് അവളുടെ ഭാഷയിലൊരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്ത് ഏകദേശം ഊട്ടിയൊക്കെ എത്താറായി കേട്ടോ. 7 മണിക്ക് എത്തുമെന്ന് പറഞ്ഞ് ഞങ്ങളാണിപ്പം 9 മണി അടുപ്പിച്ചെന്തോ ആയി. ഞങ്ങൾക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ. ഇനിയിപ്പോൾ ഇവിടെ പിറ്റ് സ്റ്റോപ്പ് ചെയ്യാനും പറ്റത്തില്ല. നല്ല ഇരുട്ടായി. നമ്മൾ എത്തുമ്പോൾ നല്ല ലേറ്റ് ആവും, അല്ലെങ്കിൽ നല്ല നമുക്ക് പെട്ടെന്ന് എത്തണം. ഇത് നോക്കിക്കേ, എന്ത് ഭംഗിയല്ല. ഈ വീഡിയോയിൽ കാണുമ്പോൾ ഭംഗി അറിയുന്നില്ല, പക്ഷെ നമ്മുടെ നേരിട്ട് കാണാനുണ്ടല്ലോ അടിപൊളി രസമാണ്. ആ ഒരു നല്ല ചെറിയ കാറ്റും ആ ഒരു തണുപ്പും ഇങ്ങനെ ആ കൊച്ചു കൊച്ചു വീടുകളും ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നേ. പിന്നെ ഇതൊരു പ്ലാസ്റ്റിക് ഫ്രീ സോണാണെന്ന് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. സോ ഗൈസ്, ഫൈനലി വി റീച്ച്ഡ് ഊട്ടി. അപ്പോൾ നമ്മളിപ്പം സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നമ്മൾ ഊട്ടിയിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ, പ്രോപ്പർ ഊട്ടിയിൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ളിലാണ് നമ്മൾ എടുത്തേക്കുന്ന സ്റ്റേ. എവിടെയും കിട്ടാനില്ലായിരുന്നു കേട്ടോ. നമ്മുടെ സ്റ്റേയുടെ പേര് ഗാർഡൻ മാനർ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഭയങ്കര ക്യൂട്ട് റൂമാണ്, ഭയങ്കര വലുതൊന്നുമല്ല, നല്ല ക്യൂട്ട് കുട്ടി, നല്ല വൃത്തിയുള്ള റൂം. സോ മാമു സേ ഹായ്. നോ ഓക്കെ ഗൈസ്, അപ്പം എനിക്ക് അത്യാവശ്യം ഒരു ബാത്റൂമിലേക്ക് ഒന്ന് പോകണം. അപ്പോൾ ബൈ. ഞാൻ ഇവിടുത്തെ വാഷ്റൂം കാണിച്ചു തരാമേ. എന്താണ് വാഷ്റൂം? എൻ്റെ കുട്ടി വാഷ്റൂമാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ സ്റ്റേയുടെ ഞങ്ങളുടെ പോണ്ടിച്ചേരി ആവട്ടെ, നമ്മുടെ പോണ്ടിച്ചേരി സ്റ്റേ ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഊട്ടി സ്റ്റേ ആവട്ടെ, നമ്മൾ സ്റ്റേ ഭയങ്കര കോഫി അല്ലെങ്കിൽ കംഫർട്ട് സ്റ്റേ വേണമെന്നൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. നമുക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, ലോ കോസ്റ്റിൽ പക്ഷെ നല്ല റിവ്യൂ ഉള്ളൊരു സ്ഥലം വേണം എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ സ്റ്റേ ആണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. കാരണം ഞങ്ങൾക്ക് ട്രാവൽ അല്ലെങ്കിൽ എക്സ്പെൻസ് ആവും. അപ്പം ഞങ്ങൾക്ക് സ്റ്റേക്ക് വേണ്ടിയിട്ട് ഭയങ്കര എക്സ്പെൻസ് ഒന്നും ഇടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ അങ്ങനത്തെ ഒരു അജണ്ടയിലാണ് ഞങ്ങളുടെ ഈ ട്രാവൽ. അപ്പം സ്റ്റേ വന്നിട്ട് വളരെ എന്നുവെച്ചാൽ ഭയങ്കര കോസി എന്നുള്ള സ്റ്റേ അല്ല ഞങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര ലക്ഷറി ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ക്യൂട്ട്. ആൻഡ് നമ്മൾ ഉറങ്ങാനും കിടക്കാനും മാത്രമല്ലല്ലോ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലം. അപ്പം സ്റ്റേ നമ്മൾ കുറച്ച് പ്രയോറിറ്റി മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. നമുക്ക് ഇനി ബാൽക്കണി എല്ലാം ഉണ്ടോ എന്ന് നോക്കാം. ഒരു കുട്ടി ടി വിയെ കൊണ്ടോട്ടോ. സോ ലെറ്റ്സ് സീ വാട്ട്സ് ഔട്ട്സൈഡ്. വൗ, കൊള്ളാട്ടോ. ഇന്നത്തെ പുറത്തിറങ്ങാൻ പറ്റുമോ? ഓക്കെ, സോ വി ഹാവ് എ ക്യൂട്ട്. ഓക്കെ, തുറക്കാൻ പറ്റുന്നില്ല ഗൈസ്. നോക്കട്ടെ പറ്റുമോ? ഇത് ടൈറ്റാണല്ലോ, പക്ഷെ നമുക്ക് പുറത്തെ കാഴ്ചയൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട് സൈഡ്. ഞാൻ നേരത്തെ വിളിച്ചു പോട്ടെ. മാറുമാമോ? അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സാധനമൊക്കെ റൂമിൽ വെച്ചിട്ട് ഫ്രഷ് ആവാൻ ഒന്നും നിന്നില്ല. അപ്പം തന്നെ ഇറങ്ങിയിട്ടോ. കാരണം 9 മണി ആയിട്ടുണ്ടായിരുന്നു. ഊട്ടിയിലെ എല്ലാ കടകളും അടച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഒരു ഷോപ്പ് മാത്രം അടയ്ക്കാൻ വേണ്ടി പോകുമായിരുന്നു. അവിടെ ഞങ്ങൾ പോയി. ഹോട്ടൽ ആകാശ് എന്നാണ് എൻ്റെ പേര്. ആ ഹോട്ടലിൻ്റെ പേര് ഒരു കുട്ടി ഹോട്ടലാണ്, മലയാളികൾ നടത്തുന്നതാണ്. അവിടെ പോയി ഞങ്ങൾ ഓംലെറ്റും ചപ്പാത്തിയും പിന്നെ മുട്ടക്കറിയും ഒക്കെ പറഞ്ഞു. അവിടെ മാത്രമേ അവിടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയും പറഞ്ഞു കേട്ടോ. വിശന്നിട്ടാണോന്ന് അറിയില്ല, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഇവിടെ ഓംലെറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സിംഗിൾ ഓംലെറ്റ് ഒന്ന് എടുത്ത് പറയണം, അല്ലെങ്കിൽ അവർ ഡബിളേ കൊണ്ടുവരുള്ളൂ. അതൊരിക്കലും പ്രശ്നമായിട്ട് തോന്നി. എനിവേസ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ആ അതിന് തൊട്ടിപ്പുറത്ത് കാണുന്നത് ഇതാണ് നമ്മുടെ ഹോട്ടൽ ആകാശ്. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് കാണുന്നൊന്നുമില്ല, ഷോപ്പിങ്ങിനൊന്നും സമയമില്ല, കാരണം എല്ലാ ഷോപ്പും അടച്ചു. ഞങ്ങൾ നേരത്തെ എത്തിയത് കൊണ്ട് ഇന്ന് നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. പിന്നെ കിടന്നുറങ്ങണം. നമുക്ക് നാളെ രാവിലെ ഓരോരോ സ്ഥലങ്ങൾ കാണാനുണ്ട്, വിസിറ്റ് ചെയ്യാനുണ്ട്, ഷോപ്പിംഗ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കുഞ്ഞി വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് നാളെ വീണ്ടും ഒരു പുതിയ വ്ലോഗുമായിട്ട് കാണാം. ഊട്ടിയിലെ വിശേഷങ്ങൾ ഇനിയും കുറേ ഉണ്ട് കാണണ്ടേ. അപ്പോൾ ചാനലും വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കോമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു, എന്നാലും ഹാപ്പി ന്യൂ ഇയർ ഇരിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ. ബൈ ബൈ.